ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കല്യാണ പുടവ എടുക്കാൻ പോകുന്ന ഒരു വ്ളോഗാണ്. പ്ലസ് നമ്മുടെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫും. അപ്പോൾ ഞാൻ അതാ രാവിലെ ഒരു 7 മണി 7:15 ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിട്ടോ. എണീറ്റിട്ട് ഇതാ ഇപ്പോൾ ഉള്ളൊരു പരിപാടി കേട്ടോ. ഇങ്ങനെ ഈ കൊലായിൽ വന്നിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ആലോചിച്ചും കൊണ്ട് ഇങ്ങനെ ഇരിക്കല്ലേ. ഇതിപ്പോൾ ഞാൻ വെറുതെ വീഡിയോയ്ക്ക് വേണ്ടി അഭിനയിക്കുന്നതൊന്നുമല്ല. എനിക്ക് എന്താ അറിയില്ല, അപ്പോൾ ഈ ഡേറ്റ് ഭയങ്കര ഒരു നെഗറ്റീവ് എനർജിയാണ്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഭയങ്കര എന്തൊക്കെയോ ഇങ്ങനെ ഭയങ്കര സാഡായി, ഭയങ്കര സങ്കടം വരും മനസ്സിലിങ്ങനെ. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ എന്നെ തന്നെ മാക്സിമം അങ്ങനെ കുത്തിപ്പൊക്കാൻ വേണ്ടി ശ്രമിക്കും. രാവിലെ നല്ല മൂഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ മാറ്റിയെടുക്കലാണ്. ഭയങ്കര എന്താ അറിയൂല, എന്തോ ഒരു പ്രശ്നം പോലെയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ റെഡിയാവും ചെയ്യും. എന്തായാലും അപ്പോൾ നമ്മൾ കല്യാണത്തിൻ്റെ പുടവ എടുക്കാൻ പോകുന്നത് തൃശ്ശൂർക്കാണ്. എന്ന് വെച്ചാൽ എക്സാക്റ്റ് തൃശ്ശൂരല്ല, തൃശ്ശൂർ പാലക്കാട് ബോർഡർ എന്നൊക്കെ പറയാം. അതായത് തിരുവില്ലോമല എന്നൊക്കെ പറയുന്ന സ്ഥലത്താണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ നിയറസ്റ്റ് സിറ്റി എന്ന് പറയുന്നത് ഒറ്റപ്പാലാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിന്ന് അത്യാവശ്യം ദൂരമൊക്കെ ഉണ്ട്, ഏകദേശം ഒരു 2.5 മണിക്കൂറൊക്കെ ഉണ്ട് കേട്ടോ പോവാൻ. അപ്പോൾ അവിടുന്ന് ഏട്ടൻ്റെ അമ്മ, ഏട്ടൻ്റെ മേമ, അതേപോലെ തന്നെ 2 കസിൻസ്, ഏട്ടൻ്റെ അനിയത്തി, ഏട്ടൻ്റെ സിസ്റ്റർ, ഇവർ ഇത്രയും ആൾക്കാരാട്ടോ വരുന്നത്. അവർ വണ്ടി എടുത്ത് വരും, രാവിലെ നമ്മുടെ വീട്ടിലേക്ക് വരും. അപ്പോൾ അതിൽ കയറിയിട്ടാണ് നമ്മൾ പോകുന്നത്, എല്ലാവരും കൂടിയാണ് പോകുന്നത്. ഇവിടുന്ന് ഞാനും എൻ്റെ മാമൻ്റെ മോളുമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ എത്താമെന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ നീറ്റിട്ടുണ്ടായിരുന്നെ 7:15 കേട്ടോ. അവർ വിളിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ നീറ്റിട്ടുണ്ടായിരുന്നത്. അപ്പം നീറ്റപ്പോൾ എന്തായാലും മേക്കപ്പ് മസ്റ്റാണല്ലോ, എന്ത് മൂടായാലും. അപ്പം ഞാനിതാ രാവിലെ എണീറ്റപ്പോൾ കുറച്ച് മീശയൊക്കെ കണ്ടിട്ടുണ്ടായി മുഖത്ത്, അതൊക്കെ എടുത്തൊന്ന് വൃത്തിയായി. പിന്നെ നമ്മുടെ നോർമലായിട്ടുള്ള സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യണേ. എന്തായാലും ഇപ്പോഴത്തെ വെയിലും ചൂടൊക്കെ, നിങ്ങളവിടെയൊക്കെ അങ്ങനെ തന്നെയല്ലേ? നല്ല ചൂടും വെയിലൊക്കെ അല്ലേ? ഇവിടെ ഭയങ്കര ചൂടാട്ടോ. വെയിലൊക്കെ നല്ല ഉച്ചയിൽ നിൽക്കുന്ന സമയം, പ്രത്യേകിച്ച് നമ്മുടെ വീടിന് മേലേക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ലോണം വെയിൽ വീട്ടിലേക്ക് എടുത്ത് നല്ലോണം ചൂടാട്ടോ. പിന്നെ ഇത് നമ്മുടെ സ്റ്റുഡിയോന്ന് വാങ്ങിയ പൗച്ചാണെങ്കിൽ നല്ല രസമല്ലേ കാണാൻ, ജില്ലായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഗളി തിങ്ങാണല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ ഒരു ഔട്ട്ലുക്ക് കാണാൻ അതിൽ എല്ലാ ഐറ്റംസും ഇട്ട് കഴിഞ്ഞപ്പോൾ. അങ്ങനെ പിന്നെ നമ്മൾ മസ്കാര അപ്ലൈ ചെയ്തിട്ടോ. ഈ മസ്കാര അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഇത് അപ്ലൈ ചെയ്ത് നോക്കണേ. കണ്ണ് നല്ല അടിപൊളിയായിട്ട്, ഒരു ചത്ത കണ്ണിന് ജീവൻ വെച്ച പോലെ ഇരിക്കും. നല്ല അടിപൊളിയായിട്ടോ ഇത് അപ്ലൈ ചെയ്താൽ. വേറെ ഐലൈനറൊന്നും എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ മസ്കാര അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ലെൻസ് വെച്ചിട്ടില്ല എന്ന് ആലോചിച്ച്. എവിടെയോ ആണ് മനസ്സ്, ചിന്ത വേറെ എവിടേക്കോ ആണ്. ഒന്നൊക്കെ ചെയ്യുന്നത് തല തിരിഞ്ഞിട്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ അത് ഓർമ്മ വന്നപ്പോൾ ലെൻസ് വെച്ചിട്ടുണ്ടായിട്ടോ. വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല, എനിക്ക് വീഡിയോയിൽ കറക്റ്റ് കിട്ടൂല. പിന്നെ ഇതാ നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്യണേ. വണ്ടിയിലാണ് പോകുന്നതെന്നുള്ളതുകൊണ്ട് നമുക്ക് വിയർക്കൂല, അതുകൊണ്ട് ബ്ലഷ് ഒന്നും ഒലിച്ച് പോകുന്നൊരു പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ നല്ല കോൺഫിഡൻസോട് കൂടിയായിട്ടോ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഈ ബ്ലഷ് നല്ല അടിപൊളി ബ്ലഷാണ്. എന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഉപയോഗിച്ച ബ്ലഷ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ക്രീമി ആയിട്ട് നിൽക്കും. നമ്മൾ തൊടുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ കൂടെ പോരും. ഇത് അങ്ങനെയല്ല കേട്ടോ. അത് ഒരു ബ്രഷ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും, പിന്നെ അനങ്ങൂല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ബ്ലഷാണ്. പിന്നെ നമ്മൾ കുറച്ച് കൂടുതൽ എടുക്കണം. അപ്പോൾ ഇതിൽ എടുക്കുന്ന മാതിരി അങ്ങനെ കുറച്ചിട്ടാൽ കളർ കിട്ടൂല, കുറച്ച് കൂടുതൽ എടുക്കണം. എന്നാലും ഇതിൻ്റെ പെർഫോമൻസും അതിൻ്റെ സ്റ്റേയിങ് പവറൊക്കെ അടിപൊളിയാട്ടോ. ഞാൻ രാത്രി വന്നിട്ടുള്ളത് വരെ അത് മുഖത്ത് നിന്നിട്ടുണ്ടായി. എവിടെ അനങ്ങി വേർത്തിട്ടൊന്നും അത് അനങ്ങി പോയിട്ടില്ല. പിന്നെ ബ്ലഷ് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ലിപ്പൊക്കെ ഒന്ന് ലിപ് ബാം വെച്ചിട്ട് പ്രപ്പ് ചെയ്തു. നല്ല ഡ്രൈ ആവുന്നിട്ട് കേട്ടോ ഇപ്പോൾ ലിപ്പ്. അപ്പം ഞാൻ ലിപ് ബാം വെച്ചിട്ട് പ്രപ്പ് ചെയ്തിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടായി. ഈ ഒരു ലവർത്തിൻ്റെ ലിപ്സ്റ്റിക്കാട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായത്. പിന്നെ എനിക്ക് രാവിലെ കുളിക്കുന്ന പരിപാടിയില്ല കേട്ടോ. ഞാൻ രാത്രിയാണ് കുളിക്കൽ. എനിക്ക് രാവിലെ കുളിക്കുന്ന പരിപാടിയില്ല. എന്ന് വെച്ചാൽ എനിക്ക് രാവിലെ കുളിച്ചാൽ അലർജി, മൂത്തിട്ട് തുമ്മലും കാര്യങ്ങളൊക്കെ വരും. അത് ശീലമായതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ രാവിലെ ജസ്റ്റ് കൈയും കാലും കഴുകി ഫ്രഷ് ആവുകയുള്ളൂ. രാത്രിയാണ് കുളിയും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞാൻ അതാ നമ്മുടെ ഇതിൻ്റെ എന്തായിരുന്നു അതിന് പറയുക, അക്വലോജിക്കയുടെ ബോഡി മിസ്റ്റ് അടിച്ചിട്ടുണ്ടായിട്ടോ. നല്ല സ്മെല്ലാണ് ഇതിൽ. ഞാൻ വന്നത് വരെ ഇത് രാത്രി വരെ ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി സ്മെല്ലാണ്. അങ്ങനെ പിന്നെ നമ്മൾ പുതിയത് വാങ്ങിച്ച വാച്ചാണ് ഞാൻ ഇന്നാട്ടോ ആദ്യമായിട്ട് കെട്ടുന്നത്. അങ്ങനെ അതും കെട്ടിയിട്ടുണ്ടായി. അങ്ങനെ ഞാനും ഓളും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ കാറ് കയറിയിട്ടോ. അത്രയും ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. കാറ് കയറുമ്പോഴൊക്കെ ഇവള് ഭയങ്കര എനർജറ്റിക് ആയിരുന്നു കേട്ടോ. കാറ് കയറി കുറച്ചങ്ങോട്ട് എത്തിയപ്പോഴേക്കും തുടങ്ങി ഛർദിൽ. നല്ല ഛർദിലായിരുന്നു. നമ്മളെ ഒരു 3-4 പ്രാവശ്യം നിർത്തിയിട്ട് ഇവള് ഛർദിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവള് സൈഡാവുക കേട്ടോ ചെയ്തത്. അവളോട് 100 പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ് പോരണ്ടാന്ന്. എന്ന് വെച്ചാൽ അവൾ വണ്ടി കയറി അപ്പം ഛർദിക്കുന്ന ആളാണ്. അപ്പം ഞാൻ കുറേ പറഞ്ഞതാണ്, ഛർദിച്ചാൽ ഞാനത് വൃത്തിയാക്കൂല, എൻ്റെ റിസ്കിൽ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഓളെ കയറ്റിയത്. അതുകൊണ്ട് ഓളൊന്നും അധികം പറഞ്ഞില്ല, മിണ്ടാതെ അവിടെ കിടക്കുക കേട്ടോ ചെയ്തത്.
അങ്ങനെ ഇതാ നമ്മൾ കുറേ കഴിഞ്ഞപ്പോൾ ഇതാ തൃശ്ശൂരൊക്കെ കഴിഞ്ഞ് അവിടെ സ്ഥലത്തെത്താനായിട്ടോ. ഇതാണ് കേട്ടോ അങ്ങോട്ട് പോണ റോഡ് എന്ന് പറഞ്ഞാൽ. കണ്ടില്ലേ, ഇതെന്ന് വെച്ചാണ്ടല്ലോ ഭയങ്കര ഒരു ഗ്രാമമാണ്. എന്ന് വെച്ചാൽ ഭയങ്കര നാട്ടുകൂട്ടം, നമ്മൾ ഈ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ നാട്ടുകൂട്ടം അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ വരുന്ന ഒരു ഇതാട്ടോ, ഒരു വില്ലേജ് പോലത്തെ ഒരു സ്ഥലമാണ്. നമ്മൾ പോകുന്ന എക്സാക്ട് സ്ഥലത്തിൻ്റെ പേര് കുത്താമ്പുള്ളി എന്നാട്ടോ പറയുക. അതാണ് അങ്ങോട്ടുള്ള റോഡ് എന്ന് പറയുന്നത്. ഇനി അങ്ങോട്ട് ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നതൊക്കെ കുറേ ഷോപ്പുകളാട്ടോ. എന്ന് വെച്ചാൽ അടുത്തടുത്ത് ഷോപ്പുകളാണ്. അങ്ങോട്ടാണ് നമ്മൾ ചെല്ലുന്നത്. അവിടെ അത്യാവശ്യം അഫോർഡബിൾ ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അതങ്ങനെ കണ്ടില്ലേ, ഈ കുറേ ബോർഡ് കണ്ടില്ലേ. ഇതിലൊക്കെ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ കടേൻ്റെ ഓണേഴ്സിൻ്റെ ഫോട്ടോ ആണ് കേട്ടോ ഇതിൽ മോഡൽസ് ആക്കി വെച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് വേറെ ആരും ആവശ്യമില്ല, ഞങ്ങൾ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അവർ തന്നെയാണ് ഇതിൻ്റെ മോഡൽസും. അങ്ങനെ ഇതങ്ങനെ അടുത്തടുത്ത് ടെക്സ്റ്റൈൽസ് ആണ്. പക്ഷെ നമുക്കൊരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത് ഒരു അഗ്രഹാരത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വീട്ടിൽ തന്നെ നെയ്യണ തരത്തിലുള്ള ഷോപ്പുകളാട്ടോ. അതാകുമ്പോൾ ഭയങ്കര അഫോർഡബിൾ ആയിരുന്നു. പക്ഷേ ഇവിടെ ഒരു പൂരവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആ ഷോപ്പൊക്കെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അതായത് ഇതൊക്കെ അതിൻ്റെ ബാക്കിലേക്കുള്ള ഷോപ്പുകളായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ റിവേഴ്സ് എടുത്ത് വന്നതാണ്. ഇതൊക്കെ അതിൻ്റെ ബാക്കിലേക്കുള്ള ഷോപ്പായിരുന്നു. അതിൻ്റെ മുന്നിലേക്ക്, അതായത് നമ്മൾ ആ ചെല്ലുന്ന അഗ്രഹാരത്തിൻ്റെ ഭാഗത്തുള്ളതൊക്കെ അവിടെ പൂരമായതുകൊണ്ട് എല്ലാതും അടച്ചിട്ടിരിക്കുകയാണ്. ഒന്നും തുറക്കാൻ പാടില്ല, നാട്ടുകൂട്ടത്തിൻ്റെ ഓർഡറാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പം ഞങ്ങൾ പിന്നെ ഒരു 2-3 ഷോപ്പായിരുന്നു അവിടെ തുറന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നിൽ കയറി. പക്ഷേ ഈ ഷോപ്പ് നമ്മൾ കാണുന്ന പോലെയല്ല കേട്ടോ. അത്യാവശ്യം നല്ല സെലക്ഷൻ ഉണ്ട്, ഭയങ്കര അഫോർഡബിളുമാണ്. നല്ല സെലക്ഷൻ ഉണ്ട് സാരിക്കൊക്കെ. ഈ ബ്ലൗസൊക്കെ കണ്ടോ, ഇത് ഈ സാരിയുടെ ഈ ബ്ലൂ സാരീൻ്റെ ബ്ലൗസാണ് കേട്ടോ. ഒരു തമിഴ്നാട് സ്റ്റൈലിലൊക്കെ വരുന്ന ടൈപ്പിൽ നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ള പോലെ അങ്ങനത്തെ ബ്ലൗസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നമ്മൾ കട ചെറുതാന്ന് വിചാരിച്ച് കയറിയതാണ്. പക്ഷെ നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് നമ്മളൊരു 2-3 സാരി എടുത്തിട്ടുണ്ടായി. പിന്നെ ബ്രൈഡൽ സാരി ഒന്നും ഇവിടുന്ന് എടുക്കാൻ പറ്റിയില്ല, അത്രയ്ക്ക് കളക്ഷൻ ഇല്ലായിരുന്നു. ബ്രൈഡ്സിൻ്റെ ഒന്നും കളക്ഷൻ ഇല്ലായിരുന്നു. അപ്പം നമ്മൾ ബ്രൈഡൽ സാരി എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് കുറച്ച് എടുത്തു. എന്നിട്ട് നമ്മൾ ബ്രൈഡൽ സാരി എടുക്കാൻ വേണ്ടിയിട്ട് ഈ രാമചന്ദ്ര ഹാൻഡ്ലൂംസ് എന്ന് പറഞ്ഞ ഷോപ്പിലായിരുന്നു കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഞാൻ പുറത്തുനിന്ന് കണ്ടപ്പോൾ വിചാരിച്ചൊരു തേങ്ങ ഉണ്ടാവില്ല എന്ന്. പക്ഷെ അകത്ത് കയറിയപ്പോൾ മക്കളെ അടിപൊളി കളക്ഷൻസ്, എന്ത് സൂപ്പറാ അറിയോ. എന്ന് വെച്ചാൽ ഇവിടുത്തെ കുറച്ചും കൂടെ, അതായത് ഈ ഒരു ഭാഗത്തുള്ള കുറച്ചും കൂടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നൊരു ഷോപ്പും കൂടിയാണ് കേട്ടോ. അത് വീഡിയോസിൽ ഇവർക്ക് ഇൻസ്റ്റാ പേജും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ലോണം ഫോളോവേഴ്സും വ്യൂസും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ഷോപ്പ്. താഴത്ത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നുമില്ല എന്ന്. മേലേക്ക് കണ്ടപ്പോൾ ഒരു വിപുലമായിട്ടുള്ളൊരു ശേഖരമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. എനിക്ക് നല്ല ഇഷ്ടമായി. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് റേറ്റ് കുറഞ്ഞതാണോ വേണ്ടത്, റേറ്റ് കുറഞ്ഞതുണ്ട്. കൂടിയതാണോ വേണ്ടത്, കൂടിയതുണ്ട്. ഏതൊരു റേഞ്ചിലുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ ഈ നോക്കുന്ന സെക്കൻഡ് സാരിയാണ് കേട്ടോ. വിരുന്നിന് ഉടുക്കാനുള്ള സാരിയാണ് ഈ നോക്കുന്നത്. ഇതെനിക്കിഷ്ടമായി. പക്ഷേ ഇതിൻ്റെ അടിയിൽ വരുന്ന ആ പച്ചയിൽ വരുന്ന ഒരു പിങ്ക് ബോർഡർ ഉണ്ടല്ലോ, അതെനിക്കിഷ്ടമായില്ല. അതെനിക്ക് എന്തോ ഒരു അഭംഗി പോലെ തോന്നി. ഇത് മാത്രമായിരുന്നെങ്കിൽ, ഈ പിങ്കും ഗ്രീനും മാത്രമായിരുന്നെങ്കിൽ ഞാൻ അത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പറ്റാത്തതുകൊണ്ട് വേറെ ഈ ഒരു ലാവൻഡർ കളർ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിട്ടോ. ഇത് പിന്നെ എനിക്ക് ഫസ്റ്റ് ലുക്കിൽ തന്നെ, എനിക്കും ഏട്ടൻ്റെ അനിയത്തിക്കും ഫസ്റ്റ് ലുക്കിന് തന്നെ അത് ഇഷ്ടമായി. ഓളാണ് പറഞ്ഞത് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വിരുന്നിനുള്ള സാരി സെറ്റായി. പിന്നെ നമ്മൾ കല്യാണ സാരി ഇരുന്നിട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത്. ആദ്യം ഈ ഒരു പച്ചയും പിങ്കും കൂടെ ഉള്ളതാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതെന്താ അറിയോ, ക്ലോത്ത് ഒരു സുഖമില്ലായിരുന്നേ. ഭയങ്കര പൊന്തി നിൽക്കുന്ന ക്ലോത്തും പിന്നെ റേറ്റ് ഭയങ്കര കുറവായിരുന്നു. എനിക്ക് പിന്നെ റേറ്റ് കുറഞ്ഞത് തന്നെ വേണം നിർബന്ധം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് റേറ്റ് കുറഞ്ഞത് മതി, അതിൽ കൂടിയേ ഞാൻ എടുക്കൂലെന്ന്. പക്ഷേ ഇത് ആർക്കും ഇഷ്ടമായില്ല കേട്ടോ. അവർ പറഞ്ഞ് ഇത്രയും റേറ്റ് കുറഞ്ഞത് എടുക്കാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞ് അങ്ങനെ അതവിടെ വെച്ചിട്ടുണ്ടായി. പിന്നെ ഇതാ ഈ ഒരു വൈറ്റ് പോലത്തെ ഈ ഒരു കളറും റെഡും കൂടെ, റെഡ് ബോർഡറിലും വരുന്നത് ട്രൈ ചെയ്ത് നോക്കി. ഇതെല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. ഇത് അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു. ഇതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ അതന്നെ ഫൈനലൈസ് ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഉടുത്ത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചേരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതന്നെ ഫൈനലൈസ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് റേറ്റ് കുറഞ്ഞതാണോ, കുറഞ്ഞത് അവിടെ ഉണ്ട്. കൂടിയതാണോ 30,000 20,000 അതിൻ്റെതും അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് റെഡി ആവുന്ന രീതിയിലുള്ളൊരു സാരി എടുത്തു. റേറ്റും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് അഫോർഡബിളായി തോന്നുന്ന രീതിയിൽ നമ്മളൊന്ന് എടുത്തു. പിന്നെ കല്യാണ സാരി എടുത്ത് വന്നപ്പോഴേക്കും ഉച്ചയായി. എന്ന് വെച്ചാൽ ഒരു 2:30-3 മണി അപ്പോഴേക്കും ആയി. അപ്പോൾ എല്ലാവർക്കും വിശന്ന് തുടങ്ങി. ഞാനാണെങ്കിൽ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഒന്നും കഴിക്കാതെയാണ് വന്നത്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം നമ്മൾ വിചാരിച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോവുകയാണേ ചെയ്തത്. അങ്ങനെ ഇതാ ഇവിടെ അടുത്ത് തന്നെയുള്ള കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയാൽ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. ഇവിടെ ബാക്കിയൊക്കെ ഒഴിവായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ല ആ പൂരമായിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാർ അൽഫാം മന്തി, നോർമൽ മന്തി അങ്ങനെ കഴിച്ചു കൂട്ടി. പിന്നെ മേമയും അമ്മയും കൂടെ നോർമൽ ചോറും സാമ്പാറുമാണ് മേടിച്ചു. അവിടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചോറും സാമ്പാറും മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അവരത് മേടിച്ചു. പിന്നെ ഞങ്ങളെ ഇന്ന് കുറച്ച് ചിക്കൻ കഷ്ണം കൂട്ടി കഴിച്ചിട്ടുണ്ടായി. അങ്ങനെ നമ്മൾ അതാട്ടോ ഫുഡിന് മേടിച്ചിട്ടുണ്ടായിരുന്നത്.
എനിക്ക് തീരെ ഒന്നും കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല. രാവിലത്തെ ഒന്നും കഴിക്കാതെ വന്നതിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല. ഒന്നും അങ്ങോട്ട് തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള നമ്മൾ തിരിച്ചു വരുമ്പോൾ വേറൊരു ചെറിയ ഷോപ്പ് കണ്ടിട്ടുണ്ടായി. അവിടെ കയറിയിട്ടോ. അവിടെ കയറിയിട്ട് സെറ്റ് സാരിയൊക്കെ അവിടെ എങ്ങനെയുണ്ട് കളക്ഷൻ നോക്കാൻ വേണ്ടി കയറിയതാണ്. കുറച്ചും കൂടെ നമുക്ക് കൊടുക്കാനുള്ള സാരികളൊക്കെ ഉണ്ടാവുമല്ലോ. അതായത് ഏട്ടൻ്റെ വീട്ടുകാർക്ക് അവരെ കുടുംബക്കാർക്ക് കൊടുക്കാനുള്ള സാരികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വേറെ വേറെ ഷോപ്പിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളെല്ലാം ഒരു ഷോപ്പിൽ നിന്ന് തന്നെ എടുക്കണ്ടെന്ന് വിചാരിച്ചു. എവിടെയാണ് സെലക്ഷൻ ഉള്ളതെന്ന് അറിയില്ലല്ലോ. വെച്ചാൽ ഈ ഷോപ്പൊന്നും നമ്മൾ ഔട്ടർ ലുക്ക് കാണുന്ന പോലെയല്ല. ഉള്ളിലേക്ക് കയറുമ്പോൾ ഭയങ്കര ഒരു നല്ല അടിപൊളി കളക്ഷൻസാണ് ഇവിടെ ഒക്കെ ഉള്ളത്. അപ്പോൾ അതാ അവരൊക്കെ അവിടുന്ന് ഉള്ളിൽ നിന്ന് സാരി എടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ബ്രൈഡൽ സാരീൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് ടെൻഷൻ ഒഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഭയങ്കര കാറ്റും കോളും കേട്ടോ. എന്ന് വെച്ചാൽ ഈ ഗ്രാമത്തിലൊക്കെ കാറ്റും കോളും അടിക്കുമ്പോൾ നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഒരു റിഫ്രഷ്മെൻറ്റാണ്. നമ്മളില്ലാത്ത സ്വപ്നങ്ങളൊക്കെ കണ്ടു തുടങ്ങും. നല്ല സുഖമായിരുന്നു കേട്ടോ ഇവിടെ ഇങ്ങനെ പുറത്ത് കാറ്റും കൊണ്ട് ഇങ്ങനെ നിൽക്കാൻ. അപ്പം നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടൊരു ഇത് വേണമായിരുന്നു. അതായത് സെറ്റ് മുണ്ടോ സെറ്റ് സാരിയോ അങ്ങനെ എന്തെങ്കിലും വേണമായിരുന്നു. അപ്പം എനിക്ക് ഓൾറെഡി സെറ്റ് സാരി ഉണ്ടായതുകൊണ്ട് ഞാനൊരു വേഷ്ടി മുണ്ടുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സെറ്റ് സാരി പിന്നെ എടുക്കാൻ നിന്നില്ല. ഓൾറെഡി നമ്മുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഒരു സെറ്റ് സാരി ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു വെറൈറ്റി ആയിക്കോട്ടെ വെച്ചിട്ട് ഒരു വേഷ്ടി മുണ്ടുമാണ് എടുത്തത്. ഞാൻ ഈ സാധനമൊന്നും ഇതുവരെ ജീവിതത്തിൽ ഉടുത്തിട്ടില്ല. ആദ്യമായിട്ട് ഉടുക്കാൻ പോവുകയാണ്. അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഇത് ഉടുത്തിട്ടാണ് പോകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു വേഷ്ടി മുണ്ട് ഉടുത്തു. നമ്മൾ എടുത്തത് ഈ ഒരു പച്ച സൺഫ്ലവർ വരുന്ന അതിലൊരു റെഡ് വരുന്നതാണ്. അപ്പോൾ നമ്മൾ അത് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ രാമചന്ദ്രയിലേക്ക് തന്നെ റിട്ടേൺ അടിച്ചുട്ടോ. അവിടേക്ക് പോയിട്ട് എനിക്ക് ബ്ലൗസ് കിട്ടിയില്ല മറ്റേ ഷോപ്പിൽ നിന്ന്. അപ്പോൾ ഇവിടേക്ക് തന്നെ വന്നിട്ട് നമ്മൾ ബ്ലൗസും ഒരു റെഡ് ബ്ലൗസും എടുത്തിട്ടുണ്ടായിട്ടോ. അപ്പോൾ അവർ പറഞ്ഞു കേട്ടോ, ആ സാരി കണ്ടപ്പോൾ നിങ്ങൾ എന്താ ഇവിടുന്ന് സാരി എടുക്കാതിരുന്നത്, ഇവിടെ നല്ല അടിപൊളി കളക്ഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളവിടെ കണ്ടപ്പെടുത്തതാണ്. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ മദർ ഇൻ ലോൻ്റെ സാരി എന്ന് പറയുന്നത്, കല്യാണ സാരി. പിന്നെ ഇതിൻ്റെ അമ്മയ്ക്ക് ഇവർ ഇവിടുന്ന് എടുക്കുന്ന സാരി കേട്ടോ. അതായത് കല്യാണത്തിൻ്റെ അന്ന് ഇവർ അമ്മയ്ക്ക് പുടവ കൊടുക്കും, എൻ്റെ അമ്മയ്ക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന സാരിയാണിത്. അപ്പം അതൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ക്ഷീണിച്ചിട്ടോ. പിന്നെ അവസാന പ്രിപ്പറേഷനിലാണ് ബില്ലൊക്കെ അടിക്കാനൊക്കെ കൂട്ടി നോക്കി എല്ലാം കറക്റ്റല്ലേ, എല്ലാ സാരിയും കറക്റ്റല്ലേ നോക്കുകയാണെ. അപ്പോൾ ഈ ചേച്ചിമാർ ഒരു രക്ഷയില്ല കേട്ടോ. എന്ത് എനർജറ്റിക്കാണെന്നറിയോ. ഞാൻ ഇതുവരെ ഒരു കടയിൽ പോയിട്ട് ഇങ്ങനത്തെ ചേച്ചിമാരെ പരിചയപ്പെട്ടില്ല കേട്ടോ. എന്തൊരു പാവങ്ങളറിയോ എന്ന് വെച്ചാൽ ഭയങ്കര ഫ്രണ്ട്ലി. ഇവളോട് ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് ഇവരെ സ്വഭാവമൊക്കെ. ഇവിടുത്തെ സ്റ്റാഫിൻ്റെ സ്വഭാവം ഒന്നും പറയാനില്ല. ഇനിയിപ്പോൾ ഓണറിൻ്റെ ആയാലും നല്ല സ്വഭാവം കേട്ടോ. കസ്റ്റമേഴ്സിനോടൊക്കെ ഒരു മടിയില്ല അവർക്ക് സാരി ഒന്നും എടുത്ത് കാണിച്ചു തരാനൊക്കെ. നമുക്ക് എത്ര വേണമെങ്കിലും കാണിച്ചു തന്നോളൂ. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഓണർ. മൂപ്പര് അടിപൊളിയാണ്, മൂപ്പര് സൂപ്പറാണ്. അങ്ങനെ ആ ചേച്ചിമാരെ വർത്താനമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഇഷ്ടപ്പെട്ടത്. പിന്നെ കളക്ഷൻ ഒരു രക്ഷയില്ല. നിങ്ങൾ എന്തെങ്കിലും കല്യാണത്തിൻ്റെ ഒക്കെ കാര്യം നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് എടുത്തോളൂ. നിങ്ങൾക്ക് ഒരിക്കലും വന്നത് വേസ്റ്റ് ആവില്ല. അപ്പോൾ നമ്മൾ ഇതൊക്കെ പാക്ക് ചെയ്ത് ബാഗിൽ വെക്കുകയാണ് കേട്ടോ. കുറേ സാരികൾ ഉണ്ടായിരുന്നു കേട്ടോ കൊടുക്കാനുള്ളതും, ഇൻ്റെ സാരിയും അതിലേക്കുള്ള ബ്ലൗസ് പീസും കാര്യങ്ങളും. അപ്പോൾ കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ബാഗിലാക്കിയിട്ട് നമ്മളിതായി ഇറങ്ങാൻ പോവുകയാണേ. അപ്പോൾ ചേച്ചി വന്നത് കണ്ടോ, വന്നിട്ട് നമുക്ക് ടാറ്റയൊക്കെ തന്നിട്ടോ. എൻ്റെ മാമൻ്റെ മോളി ചേച്ചിയോട് ഭയങ്കര കമ്പനിയായിരുന്നു. ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് പോന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് കേട്ടോ ഒരു ഔട്ടർ ലുക്ക് എന്ന് പറയുന്നത്. എല്ലാവരും എന്തെങ്കിലും കല്യാണവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് നോക്കിക്കോളി. ഒരിക്കലും നിങ്ങൾക്ക് വന്നത് വെറുതെ ആവില്ല. അപ്പോൾ നമ്മൾ പോകാൻ നിൽക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് വഴി മാറിയിട്ടാണ് നമ്മൾ പോയത്. പക്ഷേ എത്തിപ്പെട്ടത് കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ പോയ സ്ഥലം നോക്ക്, ഞാൻ പറഞ്ഞില്ലേ നല്ല അടിപൊളി സ്ഥലമായിരുന്നു. ഇങ്ങനത്തെ ഈ ഒരു ഇതിനെന്താ പറയാമെന്ന് എനിക്കറിയില്ല. ഇങ്ങനത്തെ ചുറ്റും രണ്ട് സൈഡിലും കുളവും പുഴയൊക്കെ ഇരുന്നിട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു. കാരണം അവിടെ ഇങ്ങനെ ആൾക്കാർ തിരുമ്പുന്നും കുളിക്കുന്നൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന ഒരു തനി ഗ്രാമപ്രദേശം പോലെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. കാർ ഈ സൈഡിൽ കൂടെ പോകുമ്പോൾ ഞാൻ ഭയങ്കര ആസ്വദിച്ചിട്ടാണ് പോയ. കണ്ടോ ആൾക്കാർ കുളിക്കുകയും തിരുമ്പൊക്കെ ചെയ്യും ഇവിടെ നിന്നിട്ട്. ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ കാഴ്ചകളൊന്നും. അപ്പോൾ അതും കാണാൻ പറ്റി. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടോ ഇവിടുന്ന് നമ്മൾ വിടുന്ന വരെ, അതായത് കുറേ ദൂരം, ഒരു അരമണിക്കൂർ വരെ ഈ പല അമ്പലങ്ങളിലും ഉത്സവമായിരുന്നു. ഒരമ്പലത്തിലല്ല, ഒരുവിധം എല്ലാ അമ്പലത്തിലും ഉത്സവവും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ. ചെറിയൊരു ഗ്രാമം, അവിടെ നല്ല രസമുള്ള ഉത്സവങ്ങളും കാര്യങ്ങളും. എനിക്ക് നല്ല ഇഷ്ടമായി ആ സ്ഥലം വിട്ടു പോരാൻ എനിക്ക് മനസ്സ് തോന്നുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ വളാഞ്ചേരി എത്തിയിട്ടോ. വളാഞ്ചേരി എത്തിയിട്ട് ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടെ എടുക്കാണ്ടായിരുന്നേ. ഇനി നമുക്ക് കുറച്ച് കുർത്ത, വീട്ടിലിടാനുള്ള കുറച്ച് ഡ്രസ്സ്, അതായത് കല്യാണം കഴിഞ്ഞ് പോയാൽ വേണ്ട കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാണ്ടായിരുന്നു. അപ്പം ഞാൻ മാക്സിലാട്ടോ കയറിയത്. മാക്സ് കയറിയിട്ട് അത്യാവശ്യം കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ഗ്രീനൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ലൊരു കളറൊക്കെ. അപ്പം ഞാൻ ഇതുവരെ ഇത്രയും കുർത്ത ഒരുമിച്ച് എടുത്തിട്ടില്ല. നമ്മളെപ്പോൾ പോയാലും ജീൻസും ടോപ്പും എപ്പോഴും അയിമലേക്കല്ലേ തിരിയുക. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ കുർത്തയ്ക്ക് വേണ്ടി മാത്രം മാക്സിൽ കയറുന്നത്. അങ്ങനെ കുറേയൊക്കെ നോക്കിയിട്ടുണ്ടായി നടന്നിട്ട്. ഇത് വളാഞ്ചേരിയുള്ള മാക്സ് ആട്ടോ, വളാഞ്ചേരിയുള്ള കുർത്താണ്, വളാഞ്ചേരിയുള്ള മാക്സ് ആണ് കേട്ടോ. എനിക്ക് പിന്നെ ഏട്ടനില്ലാത്തതിൻ്റെ ഭയങ്കര സങ്കടം കേട്ടോ. ഞാൻ എപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ഏട്ടൻ്റെ കൂടെ പോവുക. ഭയങ്കര ഒരു കംഫർട്ട് സോണാണ് കേട്ടോ. എനിക്ക് ഒന്നെങ്കിൽ ഒറ്റയ്ക്ക് പോകണം, അല്ലെങ്കിൽ ഏട്ടൻ്റെ കൂടെ
കൂടെ പോകണം, വേറെ ആരെ കൂടെ ഞാൻ ചേരൂല കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ട്രയൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായി. ഓണത്തിൻ്റെ ഇടയ്ക്ക് പുട്ട് കച്ചവടം എന്ന് അറിയണമല്ലോ, ഈ ഒരു ടോപ്പും ട്രയൽ ചെയ്ത് നോക്കി, പക്ഷേ എനിക്ക് ഫിറ്റ് ഇഷ്ടമായില്ല. പിന്നെ ഇതാ ഈ ഒരു കുർത്ത നോക്കിയിട്ടുണ്ടായി. ഇതെനിക്ക് ഓവറോൾ ആ ടോപ്പൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. പക്ഷേ പാൻറ്റ് ചെറിയ അടിയിൽ വരുന്ന പ്രിൻറ്റ് എനിക്ക് ഭയങ്കര ഒരു ഓവറായിട്ട് തോന്നി. പക്ഷേ എനിക്ക് ഓവറോൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ അത് എടുത്തിട്ടുണ്ടായി, ആ ഒരു കുർത്ത എടുത്തിട്ടുണ്ടായി. പിന്നെ ഈ ഒരു കളർ കുർത്തയും പാൻറ്റും കൂടെ വരുന്ന ഒരു സെറ്റ് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ ഇഷ്ടമായില്ല. അപ്പം ഞാനത് അവിടെ തന്നെ വെച്ചു. പിന്നെ ഈ ഒരു കുർത്തയെ ട്രൈ ചെയ്ത് നോക്കി. ഇതിൻ്റെ ഈ പാൻറ്റ് ആദ്യം ഇട്ടപ്പോൾ എനിക്ക് ഇഷ്ടമായില്ല. പിന്നെ പാൻറ്റ് മാറ്റിയിട്ട് ഇട്ട് നോക്കി, ഈ ഒരു പാൻറ്റ് ഇട്ട് നോക്കി, അപ്പം എനിക്ക് ഇഷ്ടമായി കേട്ടോ. അങ്ങനെ ഈ കുർത്ത എടുത്തിട്ടുണ്ടായി. ഇതിനൊക്കെ 1599, 1999 അങ്ങനെയൊക്കെ ആട്ടോ വരുന്നത്. പിന്നെ ഈ ഒരു ഗ്രീൻ കുർത്ത എനിക്ക് ഇഷ്ടമായിട്ടോ. പക്ഷേ ഇതിൻ്റെ കഴുത്ത് ഭയങ്കര ഡീപ്പായിരുന്നു, അതുകൊണ്ട് എനിക്കത് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അത് അവിടെ വെച്ചു. പിന്നെ ഈ ഒരു കുർത്ത ട്രൈ ചെയ്ത് നോക്കി, ഇതും എനിക്ക് അങ്ങനെ ഇഷ്ടമായില്ല. അങ്ങനെ ഇതും അവിടെ വെച്ചു. ഇതിങ്ങനെ അടിയിൽ വാരി വലിച്ചിട്ടുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട കേട്ടോ, ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു. എനിക്ക് ഒന്നിനൂടെ മൂടില്ലായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ എത്തിക്കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയിലായിരുന്നു കേട്ടോ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കിട്ടിയതും വാരി പെറുക്കി ഞാൻ പോന്നു. ഇനി ബാക്കിയൊക്കെ ഏട്ടൻ വന്നിട്ട് ഷോപ്പിംഗ്, ഏട്ടൻ കൂടെ ഉണ്ടാകുമ്പോൾ ഒരു രസമാണ്. ഷോപ്പിംഗ് ചെയ്യാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ബില്ലിങ്ങും പരിപാടികളൊക്കെ ആയി. അങ്ങനെ ഇവിടുന്ന് ഇത് എടുത്തപ്പോഴേക്കും എൻ്റെ ഫോൺ ഓഫായി പോയി. പിന്നെ വീട്ടിലെത്തി ഫോൺ ചാർജ് ചെയ്തു. അങ്ങനെ ഇവർ ഇവിടുന്ന് കേട്ടോ നമ്മളെ വീട്ടിൽ നിന്നാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവരെയും കൂട്ടി വീട്ടിലേക്ക് എത്തി. വീട്ടിലേക്ക് നമ്മൾ എത്തിയപ്പോൾ ഒരു 10:30, 10:45 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെല്ലാവരും ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പൊറോട്ടയും ചിക്കൻ കറിയായിരുന്നേ. അപ്പം ഞാൻ കല്യാണ സാരി ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് എന്ന് വെച്ചാൽ നമുക്കിവിടെ ബ്ലൗസ് അടിക്കാൻ കൊടുക്കണമായിരുന്നു. എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് അടിക്കണമെങ്കിൽ ഇവിടുന്ന് അടിക്കാൻ പറ്റുള്ളൂ, കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട്. അപ്പോൾ കല്യാണ സാരി ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പണ്ടൊക്കെ ഇരുന്നെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലൗസ് അളവിന് കൊണ്ടുപോയിട്ട് ഇവരെ അടിച്ച് തരലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ അടിക്കലാണ്, സ്വന്തം അടിക്കലാണ്. അപ്പോൾ ഇനിയിപ്പോൾ കല്യാണ സാരിയിൽ നിന്ന് നമ്മൾ ബ്ലൗസ് പീസ് വെട്ടി മാറ്റിയിട്ട് സാരി ഇവർക്ക് തന്നെ കൊടുത്തയക്കണം. ഒരു 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇവരെ കയ്യിൽ തന്നെ കൊടുക്കണം. അങ്ങനെയാണ് ഇത് ഒരു ചടങ്ങ് എന്ന് പറയുന്നത്. അവർ തലേന്ന് വന്നിട്ട്, കല്യാണത്തിൻ്റെ തലേന്ന് വന്നിട്ട് കല്യാണ സാരി കൊണ്ടുതരാൻ വേണ്ടിയിട്ട് അവിടുന്ന് വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് വരും. അങ്ങനെയാണ് അതിൻ്റെ ഒരു ചടങ്ങ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലൗസ് നമ്മൾ ഇവിടെയാണ് അടിക്കാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ബാക്കി കല്യാണ ഒരുക്കങ്ങളായിട്ട് പിന്നെ ഒരു വീഡിയോയിൽ കാണാം. ബൈ ഗായ്സ്.